ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പ്രഹേളികയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. അപാരമായ ബാറ്റിംഗ് പ്രതിഭയുണ്ടായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിരത കണ്ടെത്താൻ കഴിയാത്ത ഒരു താരം എന്ന ലേബൽ സഞ്ജുവിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ 2026-ൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സഞ്ജുവിന് മുന്നിലുള്ളത് വെറും ഒരു മത്സരമല്ല, മറിച്ച് തന്റെ കരിയറിലെ അസ്തിത്വത്തിനുള്ള പോരാട്ടമാണ്. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ ഇന്ത്യ 4-1 പരമ്പര വിജയിച്ചെങ്കിലും ഓപ്പണറുടെ റോളിൽ ഇറങ്ങിയ സഞ്ജുവിന് തന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടില്ല. 10, 6, 0, 24, 6 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഇന്നിംഗ്സുകളിലെ സഞ്ജുവിന്റെ സമ്പാദ്യം. ഒരു വശത്ത് അഭിഷേക് ശർമ്മയെ പോലെയുള്ള യുവതാരങ്ങൾ വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ സഞ്ജുവിന് ലഭിക്കുന്ന ഓരോ അവസരം പാഴാക്കുന്നത് ആരാധകരെ പോലും നിരാശരാക്കുന്നുണ്ട്. അനാവശ്യ ഷോട്ടുകൾ കളിച്ച് പുറത്താക്കുന്ന പ്രവണത സഞ്ജുവിന് വലിയ തിരിച്ചടിയാണ്. ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള ഇത്തരമൊരു മോശം ഫോം സഞ്ജുവിനെ ടീമിലെ സ്ഥാനത്തിന് അയോഗ്യനാക്കിയേക്കാം. പ്രത്യേകിച്ചും തിലവർമ്മ പരിക്കിൽ നിന്ന് മോചനായി തിരിച്ചെത്തുകയും മധ്യനിരയിൽ ഇഷാൻ കിഷൻ കരുത്തു കാട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് അവസാനമായി നടന്ന ന്യൂസിലാൻഡിനെതിരായ 5ാം T20യിലും സഞ്ജു നിരാശപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ പോലെയാണ്. ദക്ഷിണാഫ്രിക്കയുടെ പേസ് നിര ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ്. കാഗിസോ റബാഡ, ആൻഡ്രിക് നോർക്കിയ, മാർക്കോ ജോൺസൺ തുടങ്ങിയ അതിവേഗ ബൗളർമാരെ നേരിടുക എന്നത് സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവിന്റെ അളവുകോലാകും. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകകപ്പ് സ്ക്വാഡിൽ പ്ലേയിങ് 11-ൽ സഞ്ജുവിന്റെ പേര് ഉൾപ്പെടുമോ എന്നത് സംശയമാണ്. ഇഷാൻ കിഷൻ 3ാം നമ്പറിൽ ഇറങ്ങുമ്പോൾ സഞ്ജുവിന് ലഭിക്കുന്ന ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്താൻ വലിയൊരു സ്കോർ അനിവാര്യമാണ്. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ കളിച്ചിട്ട് പോലും കിട്ടാത്ത ആത്മവിശ്വാസം ഇനി എങ്ങനെ സഞ്ജു വീണ്ടെടുക്കും എന്നത് കണ്ടറിയണം. സഞ്ജുവിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം 2 തട്ടിലാണ്. ഗൗതം ഗംഭീർ മുതൽ സുനിൽ ഗവാസ്കർ വരെയുള്ള മുൻ താരങ്ങൾ സഞ്ജുവിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. യുവരാജ് സിംഗ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ സഞ്ജുവിന് ബാധകമാണ്. കരിയറിലെ അവഗണനകളെക്കുറിച്ചും മാനേജ്മെന്റിന്റെ പിന്തുണയെക്കുറിച്ചും യുവി സംസാരിച്ചത് സഞ്ജുവിന്റെ ആരാധകർ ഏറ്റെടുത്തിരുന്നു. പ്രതിഭ മാത്രം പോരാ, അവസരങ്ങൾ മുതലാക്കാനുള്ള പക്വത കൂടി വേണം എന്നാണ് യുവരാജിന്റെ നിലപാട്. സഞ്ജുവിന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന വാദത്തെ തള്ളിക്കളയാനാവില്ലെങ്കിലും ലഭിക്കുന്ന അവസരങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന അശ്രദ്ധയെ യുവി വിമർശിച്ചിട്ടുണ്ട്. സഞ്ജുവിന് എത്ര അവസരങ്ങൾ നൽകണം എന്നാണ് ഗവാസ്കർ ചോദിക്കുന്നത്. സ്ഥിരതയില്ലാത്ത പ്രകടനം ഇന്ത്യൻ ടീമിന് ഗുണകരമാകില്ലെന്നും ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന താരങ്ങളെയാണ് ആവശ്യമെന്നും അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുൻ കോച്ച് രവി ശാസ്ത്രി സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലിയുടെ ആരാധകനാണ്. സഞ്ജു കളി തുടങ്ങിയാൽ ലോകത്തെ ഏത് ബൗളറെയും നിലംപരിശാക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഷോട്ട് സെലക്ഷൻ പലപ്പോഴും തന്നെ ചതിക്കുന്നു എന്നാണ് ശാസ്ത്രിയുടെ നിരീക്ഷണം. പവർ പ്ലേ ഓവറുകളിൽ 150-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാനുള്ള കഴിവ് സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ നേരിടാൻ സാധിക്കും. അമിത ആക്രമണം മൂലം വിക്കറ്റ് വലിച്ചെറിയുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മാനസിക സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയുന്നില്ല. 2026 ലോകകപ്പിലെ ഹോം കണ്ടീഷൻ ഇന്ത്യയിലെ പിച്ചുകളിൽ സഞ്ജുവിന്റെ മികച്ച റെക്കോർഡുണ്ട്. ഇഷാൻ കിഷൻ, ധ്രുവ് ജുറൽ, ജിതേഷ് ശർമ്മ തുടങ്ങിയ യുവ വിക്കറ്റ് കീപ്പർമാരുടെ ഉദയം മുമ്പോട്ട് സഞ്ജുവിന് ഒരു വലിയ ഭീഷണി തന്നെയാണ്. സഞ്ജുവിന്റെ T20 അന്താരാഷ്ട്ര കരിയർ പരിശോധിച്ചാൽ 30-ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ശരാശരി 25 താഴെയാണ് നിൽക്കുന്നത്. എന്നാൽ IPLൽ അദ്ദേഹം ഒരു രാജാവാണ്. 2026 ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുമ്പോൾ IPLലെ തന്റെ അതേ മികവ് സഞ്ജുവിന് പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ടീം ഇന്ത്യക്ക് അതൊരു വലിയ കരുത്താകും. സൂര്യകുമാർ യാദവിനൊപ്പം 360 ഡിഗ്രി ബാറ്റിംഗ് കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിക്കും. യുവരാജ് സിംഗ് തന്റെ വിരമിക്ക സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ചിലർ താരതമ്യം ചെയ്യുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കുറയുന്നു എന്ന തോന്നൽ ഒരു താരത്തെ മാനസികമായി തളർത്തും. യുവയ്ക്ക് അർഹമായ യാത്രയയപ്പ് ലഭിച്ചില്ല എന്ന പരാതിയും ഇന്ന് ആരാധകർക്കുണ്ട്. സഞ്ജുവിന്റെ കരിയറും അത്തരത്തിൽ അവസാനിക്കുമോ, അതൊരു ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം തിരിച്ചു വരുമോ എന്നതാണ് ചോദ്യം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്നത്തെ മത്സരം സഞ്ജുവിന് വെറും ഒരു പരിശീലനമല്ല, തന്റെ ലോകകപ്പ് സ്വപ്നങ്ങളിലേക്കുള്ള പടവാണ്. ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ വെട്ടിക്കെട്ട് ഇന്നിംഗ്സോ ഇന്ന് പിറന്നാൽ വിമർശകരുടെ വായടിപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കും. അല്ലാത്ത പക്ഷം 2026 ലോകകപ്പിൽ മലയാളി സാന്നിധ്യമായി സഞ്ജു ഉണ്ടാവില്ല എന്നത് കരുത്ത സത്യമായി മാറും. പക്ഷേ പ്രകടനമില്ല എന്ന ആക്ഷേപം മാറ്റി സഞ്ജു സാംസൺ എന്ന ലോകോത്തര ബാറ്റർ എന്ന ലോകത്തെ കൊണ്ട് വിളിപ്പിക്കാൻ ക്രിക്കറ്റ് പ്രേമികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ അവിസ്മരണീയമായ ഒരു തിരിച്ചുവരവിനായിട്ടാണ്.